ഹലോ എവ്രി വൺ. ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമുക്കൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്താലോ? ആദ്യം തന്നെ തുണി 4 മടക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു ലെങ്തി ചുരിദാറാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് ലെങ്ത്ത് വേണ്ടത് അതിനോട് 1 ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കുക. അതുപോലെ തുണിയുടെ വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 4 മടക്കുമ്പം ഒരു 15 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 5 ഇഞ്ചാണ്. ഇനി അതൊന്ന് ബോക്സ് ഷേപ്പായിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതൊരു 3 ഇഞ്ചസാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതൊരു 6.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ചെസ്റ്റ് മെഷർമെൻറ്റ് എന്നിട്ട് അതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ചുരിദാറിന് ചെസ്റ്റ് മെഷർമെൻറ്റ് കണക്കാക്കുമ്പോൾ നമ്മൾ ബോഡിയിൽ നിന്നാണ് അളവെടുക്കുന്നതെങ്കിൽ എത്രയാണോ അളവെടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക. എന്നിട്ട് അതിനെ 4 ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു സീം അലവൻസും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ 36 നമ്മളെ ചെസ്റ്റ് മെഷർമെൻ്റ് എങ്കിൽ അതിൻ്റെ കൂടെ 4 ആഡ് ചെയ്യുക. അപ്പം 40 വരും. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 വരും. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പം 11.5 നമ്മൾ ടോട്ടൽ എടുക്കേണ്ടത്. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ആ ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുത്തതിൽ പകുതി വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കേർവ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിതായി ജസ്റ്റ് ഇതേപോലത്തെ ഒരു നെക്കാണ് അടിക്കുന്നത്. ഇനി ബാക്കിൽ ഞാനിതാ 3 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 13 ഇഞ്ച് ഷേപ്പ് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഒരു 8 ഇഞ്ച് ഷേപ്പ് വിഡ്ത്തും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട്. ഒരു 20 ഇഞ്ചിൽ ഞാൻ സ്ലിറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ലിറ്റ് വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് മാത്രമേ ഞാൻ തയ്യൽ തുമ്പ് ചേർക്കുന്നുള്ളൂ. ഇനി ഏറ്റവും താഴത്തെ വിഡ്ത്ത് വരുന്നത് 11 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിട്ട് 12 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അടുത്തതായി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഞാനൊരു 9 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി താഴോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ തുണി 4 മടക്കിയിട്ടിട്ടാണ് ഈ മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ആ കോർണറിൽ നിന്ന് ഈ 3 ഇഞ്ചിലേക്ക് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ കേർവ് ചെയ്ത് മാർക്ക് ചെയ്യാം. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് ഒരു 15 ഇഞ്ചാണ്. ആ താഴത്തെ വണ്ണം വരുന്നത് 6 ഇഞ്ചാണ്. അതുകൂടാണ്ട് തയ്യൽ തുമ്പവും ചേർത്തിട്ട് 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. ആദ്യം തന്നെ നെക്ക് അടിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഫ്രണ്ടത്തെ നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാനൊരു കട്ട് പീസ് വെച്ചിട്ട് അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതേപോലെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല ഭാഗം ആ കട്ട് പീസിനോട് ചേർന്ന് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കോർണർ പോർഷനിൽ നമ്മളൊന്ന് കുത്തി നിർത്തുക. എന്നിട്ടിങ്ങനെ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതേപോലെ ബാക്കി കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ബാക്കിയുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ കോർണർ ഭാഗങ്ങളിൽ നമുക്ക് ഓരോ കട്ട്സ് ഇട്ട് കൊടുക്കാം. കട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ ആ സ്റ്റിച്ചിങ് പൊട്ടി പോരുത്. ഇനി ഇത് നമുക്കൊന്ന് നല്ല ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
ഇനി ആ കോർണറിൽ കൂടെ നമ്മൾ പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കാം. ഇതേപോലെ ബാക്കത്തെ നെക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പ്രസ് ചെയ്ത് അടിച്ചിട്ടില്ല. അത് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ബാക്കത്തെ നെക്കിൻ്റെ കട്ട് പീസ് ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ടത്തെ നെക്കില്ലേ, നെക്ക് അടിച്ചത് നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ നല്ല ഭാഗം ഇതിനോട് ചേർത്ത് വെച്ച് ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിലുള്ള കൈ ഞാൻ ഒന്നുകൂടെ ഷേപ്പ് ആക്കുന്നുണ്ട്. സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുമ്പം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തില്ലേ, ആ ഒരു ഭാഗത്തേക്ക് സ്ലീവിൻ്റെ മിഡിൽ പോയിൻ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആണ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സൈഡിൽ കൂടെ നമ്മൾ എടുത്ത മെഷർമെൻറ്റ് അനുസരിച്ച് അടിച്ചു കൊടുക്കുക. അത് ആ സ്ലിറ്റിൻ്റെ പോർഷൻ വരെയാണ് അടിക്കേണ്ടത്. ഇനി സ്ലിറ്റ് അടിച്ച് താഴത്തെ ഭാഗം മടക്കി അടിക്കുകയും കൂടി ചെയ്താൽ നമ്മുടെ ചുരിദാർ റെഡിയായി. സ്ലിറ്റ് അടിക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ഇടാം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.